മദ്യപാനാസക്തി മൂലമുള്ള പ്രശ്നങ്ങൾ ഗാർഹിക അന്തരീക്ഷത്തെ സംഘർഷഭരിതമാക്കുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. സംസ്ഥാന വനിതാ കമ്മീഷൻ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അധ്യക്ഷ. മദ്യപാനാസക്തി മൂലമുള്ള പ്രശ്നങ്ങൾ ഗാർഹിക അന്തരീക്ഷത്തെ സംഘർഷഭരിതമാക്കുന്നതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. സംസ്ഥാന വനിതാ കമ്മീഷൻ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ സംഘടിപ്പിച്ച ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അധ്യക്ഷ. 62 പരാതികളാണ് ഹിയറിംഗിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 15 പരാതികൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. 10 പരാതികളിൽ പോലീസിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 കേസുകളിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസഹായം ഒരുക്കിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 പരാതികളിൽ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത സിറ്റിങ്ങിലേക്ക് 32 പരാതികളാണ് അടുത്ത സിറ്റിങ്ങിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. വന്നിട്ടുള്ള പരാതികളിൽ നല്ലൊരു ശതമാനവും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. മദ്യപാന ആസക്തിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഗാർഹിക ചുറ്റുപാടുകളെ വലിയ വിധത്തിൽ സങ്കീർണമാക്കി തീർക്കുന്നു എന്നുള്ളതാണ് പരാതികളുടെ ഒരു പൊതു സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷത്തിൽ അത് കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ, കുട്ടികളുടെ പഠനത്തെ തന്നെ വളരെ ദോഷകരമായിട്ടുള്ള രൂപത്തിൽ ബാധിക്കുന്നു എന്നുള്ളതാണ് കമ്മീഷൻ്റെ മുമ്പാകെ എത്തിയിട്ടുള്ള കേസുകളിൽ വെച്ച് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളും വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അയൽവാസികൾ തമ്മിൽ കലഹം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് അതിർത്തി സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മദ്യപിച്ചു വന്ന് അയൽവാസികൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഈ കമ്മീഷൻ്റെ മുമ്പാകെ എത്തിയിട്ടുണ്ട്. പല കേസുകളിലും പോലീസിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സമയബന്ധിതമായി ഇടപെടുന്നില്ല എന്നുള്ള ആവലാതികളും കമ്മീഷൻ്റെ മുമ്പാകെ എത്തിയിട്ടുള്ള സ്ത്രീകൾ ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്ത്രീകളുടെ പരാതികൾ കൈകാര്യം ചെയ്യാൻ പോലീസ് നല്ല ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അയൽവാസികൾ തമ്മിലുള്ള തർക്കങ്ങളിലായാലും ഭാര്യാഭർത്തൃ പ്രശ്നങ്ങളിലായി കഴിഞ്ഞാലും പരാതിയുമായിട്ട് ചെന്നു കഴിഞ്ഞാൽ പോലീസ് ജാഗ്രതയോട് കൂടിയിട്ട് ബന്ധപ്പെട്ട പരാതികളിൽ അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യവും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ജാഗ്രതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം സ്ത്രീകളുടെ പരാതി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് കമ്മീഷൻ്റെ അഭിപ്രായം. ചില കേസുകളിൽ സ്ത്രീകളെ വലിയ രൂപത്തിൽ ഈ സാമ്പത്തികമായിട്ടുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളിൽ പോലീസുകാർ തന്നെ പ്രതികളായിട്ട് വന്നിട്ടുള്ള പോലീസുകാർക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുള്ള പരാതികളും കമ്മീഷൻ്റെ മുമ്പാകെ എത്തിയിട്ടുണ്ട്. തീർച്ചയായും പരാതികൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ പോലീസ് നല്ല ജാഗ്രതയോട് കൂടിയിട്ട് പെരുമാറുകയും പോലീസുകാർക്കെതിരായിട്ടുള്ള പരാതികൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടും തയ്യാറാകണം എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ജില്ലയിലെ അദാലത്തിൽ ലഭിച്ച പരാതികളിൽ നല്ലൊരു ശതമാനവും ഗാർഹിക ചുറ്റുപാടുകളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുട്ടികളുടെ മാനസിക നിലയെയും പഠനത്തെയും ദോഷകരമായി ബാധിക്കുന്നതായി പരാതികളിൽ നിന്നും ബോധ്യപ്പെട്ടുവെന്നും കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. അയൽപ്പക്ക അതിർത്തി തർക്കങ്ങളും മദ്യപാനത്തെ തുടർന്നുള്ള അയൽപ്പക്ക കലഹങ്ങളും കമ്മീഷന് മുമ്പാകെ എത്തി. പല കേസുകളിലും പരാതി കൊടുത്താലും പോലീസ് സമയബന്ധിതമായി ഇടപെടുന്നില്ല എന്ന ആക്ഷേപവും സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഉയർന്നു. സ്ത്രീകളുടെ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് ജാഗ്രത പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു. 10 പരാതികളാണ് പോലീസ് റിപ്പോർട്ടിനായി കൈമാറിയിട്ടുള്ളത്. പണമിടപാട് തർക്കങ്ങളിൽ പോലീസിനെതിരെ ആക്ഷേപമുയർന്ന പരാതികളും കമ്മീഷന് മുമ്പാകെ എത്തി. പോലീസുകാർക്കെതിരായ പരാതികളിൽ അന്വേഷിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. വാർഡ് തല ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ജില്ലയിൽ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നും അയൽപ്പക്ക തർക്കങ്ങളിലും മദ്യപാനം മൂലമുള്ള ഗാർഹിക പ്രശ്നങ്ങളിലും ജാഗ്രതാ സമിതികളുടെ ഫലപ്രദമായ ഇടപെടൽ ആവശ്യമാണെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. CDNet ന്യൂസ്, കായംകുളം.